അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവീകമല്ല, മാനുഷികമാണ്. സുവിശേഷ വിചിന്തനം. മർക്കോസ് സുവിശേഷത്തിന്റെ മധ്യത്തിൽ കേസറിയ ഫിലിപ്പി എന്ന വലിയ പട്ടണത്തിൽ വച്ച് പത്രോസ് ആ വലിയ പ്രഖ്യാപനം നടത്തുകയാണ്: നീ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വാക്ക് യഹൂദരെ സംബന്ധിച്ചിടത്തോളം വിപുലമായ വ്യാഖ്യാനം നൽകാവുന്ന ഒന്നാണ്. മതപരം മാത്രമല്ല, രാഷ്ട്രീയവും സാമൂഹികപരവുമായ രക്ഷകനുമാകാം യഹൂദർ കാത്തിരിക്കുന്ന ക്രിസ്തു. അതുകൊണ്ട് തന്നെ നീ ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രഖ്യാപിക്കുമ്പോൾ പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മഹത്വവും പ്രശസ്തിയും കൈമുതലാക്കുന്ന ഭൗമികനായ ഒരു നേതാവാണെന്നതിൽ സംശയമില്ല. ഇപ്പോൾ മാത്രമല്ല, ഈശോയുടെ അന്ത്യവിനാഴികകളിൽ വാളൊക്കെ കൈകളിൽ സൂക്ഷിച്ചുകൊണ്ട് അയാൾ തൻ്റെ കാഴ്ചപ്പാടിൽ യേശുവിൻ്റെ മരണം വരെ തുടരുന്നുണ്ട്. ഈശോയാകട്ടെ ഇത്തരം പ്രലോഭനങ്ങളെ ഏറ്റവും വെറുക്കപ്പെടേണ്ടതായി കണ്ട് തള്ളിക്കളയുകയാണ്. അധികാരത്തോടും അപ്പത്തോടും പ്രശസ്തിയോടുമൊക്കെ മരുഭൂമിയിൽ പ്രലോഭകന് മറുപടി നൽകിയ യേശുവിന് മുന്നിൽ നഗരമധ്യത്തിൽ പത്രോസ് മറ്റൊരു പ്രലോഭകനായി നിൽക്കുകയാണ്. ഈശോ ഇത്തരം വഴിതെറ്റലുകൾക്ക് മുൻപിൽ ശക്തമായ നിലപാടും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവുമായി നിൽക്കുന്നു. കുരിശുമരണത്തിലൂടെ മാത്രമേ എല്ലാവരെയും വീണ്ടെടുക്കുന്ന യഥാർത്ഥ ക്രിസ്തുവായി മാറാൻ സാധിക്കുമെന്നവന് ഉറപ്പുണ്ട്.